ബത്തേരി രൂപത സ്രോതസ് വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ 2023-24 വാർഷിക റിപ്പോർട്ട്. ആമുഖം. സഭയുടെ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ കർത്തവ്യങ്ങളിൽ ഏറ്റവും മൂല്യവത്തായ ഒന്നാണ് സഭാമക്കളുടെ വിശ്വാസ രൂപീകരണം ലക്ഷ്യം വെച്ചുള്ള മതബോധനം. ഇത് സഭയുടെ കടമയും സഭാമക്കളുടെ അവകാശവുമാണ്. കുട്ടികളിൽ യേശുവിനെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ബത്തേരി രൂപതയിൽ വിശ്വാസ പരിശീലനത്തിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-15 എന്ന തിരുവചനം ശിരസാ വഹിച്ച വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായ ബത്തേരി രൂപത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ രൂപതയാണ്. 1978 ഒക്ടോബർ 28 സ്ഥാപിതമായ രൂപതയെ ഭാഗ്യമോടെ നയിച്ച് കാലം ചെയ്ത മോറാൻമോർ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാബ, ദ്വിതീയ മെത്രാപ്പോലിത്ത ആയിരുന്ന അഭിവന്യ ഗീവർഗീസ് മോർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്തായും ഇപ്പോൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മോർ തോമസ് മെത്രാപ്പോലിത്തായും രൂപതയുടെ ആരംഭം മുതൽ ഇതുവരെ വിശ്വാസ പരിശീലന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എല്ലാ മുൻ ഡയറക്ടർമാരുടെയും അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെയും അവരോട് ചേർന്ന് സഹകരിച്ച വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും പ്രോത്സാഹനവും പിന്തുണയും നിസ്വാർത്ഥമായ സേവനവുമാണ് സ്രോതസ്സിന്റെ ഇന്നുള്ള വളർച്ചയ്ക്ക് ആധാരം. ധന്യൻമോർ ഇവോനിയോസ് മെത്രാപ്പോലിത്ത കുട്ടികളിൽ ശൈശവകാലത്ത് തന്നെ ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുന്നതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. രൂപത മതബോധന സംവിധാനം. രക്ഷാധികാരി മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മോർ തോമസ് മെത്രാപ്പോലിത്തായും സഹരക്ഷാധികാരികളായ വെരി റെവറൻഡ് മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പായും വെരി റെവറൻഡ് മോൺസിഞ്ഞോർ ഡോക്ടർ ജേക്കബ് ഓലിക്കലും, ഡയറക്ടർ ഫാദർ തോമസ് ക്രിസ്തുമന്ദിരം, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്രഹാം പുന്നവിള, കോർഡിനേറ്റർ സിസ്റ്റർ മരിയ SIC, സെക്രട്ടറി ശ്രീ ജോർജ് മാത്യു. രൂപത വിശ്വാസ പരിശീലന സമിതിയിലെ 15 അംഗങ്ങളും വിശ്വാസ പരിശീലന കമ്മീഷനിലെ 11 അംഗങ്ങളും അടങ്ങുന്നതാണ്. മേഖലാ മതബോധന സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. യാത്രയയപ്പും പുതിയ ഡയറക്ടർമാർക്ക് സ്വീകരണവും. 2023 ഏപ്രിൽ 3 ബഹുമാനപ്പെട്ട വർഗീസ് പന്തപ്പിള്ളിൽ അച്ഛനും ബഹുമാനപ്പെട്ട മാത്യു ചൂരക്കുഴിയിൽ അച്ഛനും യാത്രയയപ്പും പുതിയ ഡയറക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായും ചുമതലയേറ്റെടുത്ത ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിൽ അച്ഛനും കുര്യാക്കോസ് പൂവത്തുംകുന്നേൽ അച്ഛനും സ്വീകരണം നൽകുകയും ചെയ്തു. അവധിക്കാല ക്യാമ്പ്. ഏപ്രിൽ 13 മുതൽ 15 വരെ പ്രത്യാശയിൽ വച്ച് ഫാദർ കുര്യാക്കോസ് പൂവത്തുംകുന്നേലിന്റെ നേതൃത്വത്തിൽ MBOC ഓറിയന്റേഷൻ ക്ലാസ് പ്രദേശത്തിന് നൽകി. വിലയിരുത്തൽ മീറ്റിംഗ്. വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തുന്നതിനായി DM പ്രൊവിൻഷ്യൽ ഹൗസിൽ 2 തവണയായി പ്രൊവിൻസിന്റെ സിസ്റ്റേഴ്സുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും ബഥനി സിസ്റ്റേഴ്സ്, പ്രധാന അധ്യാപകർ, പ്രൊമോട്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്നിവർക്കായി പ്രത്യേകം ഓൺലൈൻ മീറ്റിംഗുകൾ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിൽ അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അധ്യയന വർഷാരംഭം. ജൂൺ 4 2023-24 അധ്യയന വർഷം ആരംഭിച്ചു. അന്നേ ദിവസം പ്രവേശനോത്സവമായി ഇടവകകളിൽ ആഘോഷിച്ചു. ഓഫീസ് പ്രവർത്തനം. പ്രത്യാശ മോർ ദിവന്യാസിയോസ് പാസ്റ്ററൽ സെന്ററിൽ ആണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തന സമയം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 10 മണി മുതൽ 4 മണി വരെയാണ്. വിശ്വാസ പരിശീലന കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായി ഓഫീസിലേക്ക് പുതിയ ഫോൺ കണക്ഷൻ, അതിൽ നിന്നായി വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ പേ, ടെലഗ്രാം,
ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവയുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിശ്വാസ പരിശീലന ദിനം 2023 ഓഗസ്റ്റ് 6 ഞായറാഴ്ച ഇടവകകളിൽ വിശ്വാസ പരിശീലന ദിനമായി ആചരിച്ചു. അധ്യാപക പരിശീലനം പുൽപ്പള്ളി, ബത്തേരി, നിലമ്പൂർ, എടക്കര, കോഴിക്കോട്, കാസർഗോഡ് എന്നീ വൈദിക ജില്ലകളിൽ മത അധ്യാപകർക്കായി പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലന ഡയറി, അധ്യാപക സഹായി. കുട്ടികളും അധ്യാപകരും നിർവഹിക്കേണ്ട കാര്യങ്ങൾ, തിരുനാളുകൾ, വേദവായന കുറിപ്പുകൾ, അധ്യയന വർഷ കലണ്ടർ, പൊതുവായ കാര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച് ഡയറിയും 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപകർക്കായി സഭാതലത്തിൽ നിന്ന് അധ്യാപക സഹായിയും നൽകി വരുന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷ 11-12 ക്ലാസുകളിലെ കുട്ടികളെ യൂണിവേഴ്സിറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും അവരുടെ പരീക്ഷ യൂണിവേഴ്സിറ്റി നടത്തുകയും ചെയ്യുന്നു. ദുകറോനോ തിരുനാൾ ജൂലൈ 3 മോർ തോമസ് ലീഹായുടെ ദുകറോനോ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികൾക്കും മതാധ്യാപകർക്കുമായി KP അന്നമ്മ കീപ്പറയ്ക്കൽ അടിമുറിയിൽ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രസംഗ പ്രബന്ധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. 8 നോമ്പ് ദിനാചരണം വിശുദ്ധ കന്യകമറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ബത്തേരി ഭദ്രാസനത്തിലെ 10 മേഖലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 10 കുട്ടികൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ ദിവസങ്ങളിൽ അതാത് ദിവസത്തിന്റെ ബൈബിൾ ഭാഗം ഉപയോഗിച്ച് പ്രസംഗം നടത്തുകയും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പാട്ടുപാടുകയും അത് സ്രോതസ് വിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. അധ്യാപക ദിനാചരണം ബത്തേരി രൂപതയിലെ എല്ലാ ഇടവകകളും സെപ്റ്റംബർ 10 അധ്യാപക ദിനം നടത്തുകയും കുട്ടികൾ പ്രത്യേകമായി അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പുനരൈക്യ ദിനം പുനരൈക്യ ദിനത്തിന്റെ പ്രത്യേകത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായി നീലഗിരി മേഖലയിലെ അധ്യാപിക ശ്രീമതി ജിലി വിൽസൺ പ്രഭാഷണം നടത്തുകയും മൂവാറ്റുപുഴയിൽ വെച്ച് നടത്തപ്പെട്ട 93ാമത് പുനരൈക്യ വാർഷികത്തിൽ വിശ്വാസ പരിശീലന കാര്യാലയത്തെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ അച്ഛനും അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛനും പങ്കെടുക്കുകയും MCCL സംഗമത്തിൽ പങ്കെടുത്ത് രൂപതാതലത്തിൽ 10-12 ക്ലാസുകളിൽ റാങ്ക് കരസ്ഥമാക്കിയവരുടെ അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഏഞ്ചൽസ് മീറ്റ് 2023 ജനുവരി 1 ശേഷം ആദ്യ കുമ്പസാരം നടത്തി ആഘോഷമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം കത്തീഡ്രലിൽ ഒത്തുചേരുകയും അഭിവന്യ ജോസഫ് മോർ തോമസ് മെത്രാപ്പോലിത്തയോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ഫോട്ടോ സെഷൻ നടത്തുകയും ചെയ്തു. ലോഗോസ് ക്വിസ് 2023 വർഷത്തെ ലോഗോസ് ക്വിസ് മത്സരം ബത്തേരി രൂപതയിൽ മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. 1ാം സെമസ്റ്റർ പരീക്ഷ 2023 ഒക്ടോബർ 14 ശനിയാഴ്ച അധ്യയന വർഷത്തിലെ 1ാം സെമസ്റ്റർ പരീക്ഷ നടന്നു. ഉന്നതതല യോഗം 2023 ഒക്ടോബർ 23 വൈകുന്നേരം 6 മണിയോടുകൂടി രൂപത വിശ്വാസ പരിശീലന സമിതി അംഗങ്ങളുടെയും വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗങ്ങളുടെയും മേഖലാ ഡയറക്ടർമാരുടെയും കോർഡിനേറ്റർ സിസ്റ്റർമാരുടെയും ഒരു ഉന്നതതല യോഗം ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുകയും വിശ്വാസ പരിശീലനത്തിൽ വരും വർഷങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു. ഗുരുവന്ദനം 2023 ഒക്ടോബർ 24 പ്രധാന അധ്യാപകരുടെയും പ്രൊമോട്ടേഴ്സിന്റെയും സംഗമം ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെടുകയുണ്ടായി. പ്രസ്തുത സംഗമത്തിൽ അഭിവന്യ ഡോക്ടർ ജോസഫ് മോർ തോമസ് മെത്രാപ്പൊലീത്ത പങ്കെടുക്കുകയും മതാധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരുടെ ഇടവക സന്ദർശനം. വിസ്ഡം 2023 സ്രോതസ്സിന്റെ നേതൃത്വത്തിൽ വിസ്ഡം 2023 എന്ന പേരിൽ കുട്ടികൾക്കും മതാധ്യാപകർക്കുമായി കെരിക്മ സോഫിയ ക്വിസ് മത്സരങ്ങൾ നടത്തി. പുൽക്കൂട്ടിലേക്കൊരു യാത്ര
ക്രിസ്തുമസിന് പ്രത്യേകമായി ഒരുങ്ങുന്നതിന്റെ ഭാഗമായി പുൽക്കൂട്ടിലേക്കൊരു യാത്ര എന്ന പേരിൽ ക്രിസ്തുമസിന് ഒരുങ്ങുവാൻ സഹായിക്കുന്ന ഒരു മാതൃകാ പട്ടിക സൺഡേ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കുമായി നൽകി. കൂടാതെ ഈശോയുടെ കൂട്ടുകാർ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ വചനചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഡിസംബർ 20 ക്രിസ്തുമസ് ക്രിയേറ്റീവ് പ്രസന്റേഷൻ. ക്രിസ്തുമസ് സന്ദേശവും സന്ദർശനവും. ക്രിസ്തുമസിനോടനുബന്ധിച്ച് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏവർക്കും നേരുകയും പ്രത്യേകമായി എല്ലാ പ്രധാന അധ്യാപകർക്കും കുട്ടികൾക്കും ഡയറക്ടർമാർക്കും രൂപതാ കേന്ദ്രത്തിൽ നിന്ന് ആശംസാ കാർഡ് അയക്കുകയും മംഗളങ്ങൾ നേരുകയും ചെയ്തു. കാറ്റക്കെസിസ് എപ്പിസോഡും ഡിപ്ലോമ കോഴ്സും. അധ്യാപകരുടെ മതബോധന കാറ്റക്കെസിസ് പരമ്പരയിൽ 19 അധ്യാപകർ 4 പരീക്ഷയും പൂർത്തിയാക്കി ഉന്നത വിജയം കൈവരിച്ചു. കൂടാതെ ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡിപ്ലോമ കോഴ്സ് ബത്തേരി രൂപതയിൽ നിന്ന് 3 അധ്യാപകർ വിജയകരമായി പൂർത്തിയാക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. അഭിവന്യ പിതാക്കന്മാരുടെ ഓർമ്മയാചരണം. മലങ്കര സഭയിലെ കാലം ചെയ്ത പിതാക്കന്മാരുടെ ഓർമ്മദിനങ്ങളിൽ വിവിധ മേഖലകളിലെ മതാധ്യാപകർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്ലോറിയ 2024. മദ്ബഹ ശുശ്രൂഷകരുടെ രൂപതാ സംഗമം ഗ്ലോറിയ 2024 എന്ന പേരിൽ നടത്തപ്പെട്ടു. 2024 ജനുവരി 26 മദ്ബഹ ശുശ്രൂഷകരുടെ രൂപതാ സംഗമം സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു. MCCL ദിനം. 2024 ഫെബ്രുവരി 11 മലങ്കര സുറിയാനി കത്തോലിക്ക സഭ MCCL ദിനമായി ആചരിച്ചു. യാത്രയയപ്പും സ്വീകരണവും. വിശ്വാസ പരിശീലന കാര്യാലയത്തിൽ കഴിഞ്ഞ 1 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായി ശുശ്രൂഷ ചെയ്ത റവറന്റ് ഫാദർ കുര്യാക്കോസ് പൂവത്തുംകുന്നേലിന് യാത്രയയപ്പും പുതിയ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിതനായ റവറന്റ് ഫാദർ അബ്രഹാം പുന്നവിളയ്ക്ക് സ്വീകരണവും 2024 ഫെബ്രുവരി 15 സ്രോതസ് കേന്ദ്ര ഓഫീസിൽ നൽകി. ഡിജിറ്റൽ റിപ്പോർട്ടും പ്രൊമോട്ടേഴ്സ് റിപ്പോർട്ട് സമർപ്പണവും. 2023-24 അധ്യയന വർഷത്തെ ഇടവകകളിലെ റിപ്പോർട്ട് ഡിജിറ്റലായി വിശ്വാസ പരിശീലന കാര്യാലയത്തിൽ സമർപ്പിക്കുകയും പ്രൊമോട്ടേഴ്സ് ഇടവക വിസിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. നവമാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണം. നവമാധ്യമങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായി വിശ്വാസ പരിശീലന ദിനത്തോടനുബന്ധിച്ച് ഈശോയുടെ കൂട്ടുകാർ ഇൻസ്റ്റഗ്രാം ലോഗോ ഓഗസ്റ്റ് 5 അഭിവന്യ പിതാവ് പ്രകാശനം ചെയ്തു. നവംബർ 10 ഈശോയുടെ കൂട്ടുകാർ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനലും കോർഡിനേറ്റ് ചെയ്യുന്നത് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് പൂവത്തുംകുന്നേലച്ഛനും സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് റിജിൻ വെട്ടിക്കുഴയുമാണ്. ഇവരെ നന്ദിയോടെ പ്രത്യേകം ഓർക്കുന്നു. ആദരാഞ്ജലികൾ. ഭൂദാന ഇടവകയിലെ പ്രധാന മതാധ്യാപകനായിരുന്ന ജോർജ് കൊറ്റിശാലിൽ ജൂലൈ 29 നിര്യാതനായി. സ്രോതസ് കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ഉപസംഹാരം. സഭയുടെ പരമപ്രധാനമായ ശുശ്രൂഷകളിലൊന്നായ വിശ്വാസ പരിശീലന വേദിയെ സജീവമാക്കുന്നത് നിരവധി പേരുടെ ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ്. വ്യത്യസ്തവും അർത്ഥപൂർണവുമായ സമീപനത്തിലൂടെ വിശ്വാസ പരിശീലന വേദിയെ മുന്നോട്ട് നയിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മോർ തോമസ് മെത്രാപ്പോലിത്തായ്ക്ക് നന്ദിയുടെ നറുമലരുകൾ. വന്യ വികാരി ജനറൽ അച്ഛന്മാർ, പ്രോട്ടോ വികാരിമാർ, മേഖലാ ഡയറക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് ക്രിസ്തുമന്ദിരം, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്രഹാം പുന്നവിള, രൂപതാ കോർഡിനേറ്റർ സിസ്റ്റർ മരിയ SIC, സെക്രട്ടറി ശ്രീ ജോർജ് മാത്യു, ഓഫീസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ സഹായിക്കുന്ന അധ്യാപകരെയും അമ്മമാരെയും പ്രത്യേകം സ്മരിക്കുന്നു, നന്ദി പറയുന്നു. യാതൊരു പ്രതിഫലവും കൂടാതെ വിശ്വാസ പരിശീലന ശുശ്രൂഷയെ സജീവമാക്കുന്ന പ്രൊമോട്ടേഴ്സ്, പ്രധാനാധ്യാപകർ, അധ്യാപകർ, മാതാപിതാക്കൾ, വിശ്വാസ പരിശീലന വേദിയെ കർമ്മനിരതമാക്കുന്ന കുഞ്ഞുമക്കൾ ഏവർക്കും
ബത്തേരി രൂപത വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈശോയുടെ കരം പിടിച്ച് നമുക്കിനിയും ചുവടുകൾ വയ്ക്കാം.